ഇനി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് വെച്ചിട്ട് ഉള്ള ഷോർട്ട് കട്ട്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് 1 ഈ ജനറലിലുള്ള ഡാറ്റ നമുക്ക് നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റാം. കൺട്രോൾ ഷിഫ്റ്റ് 1. ഓക്കെ, ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് 2 നമുക്ക് ടൈം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് 3 നമുക്ക് ഇതിനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് 3. ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് 4 നമുക്ക് കറൻസി ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് 5 നമുക്ക് പെർസെൻറ്റേജ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി കൺട്രോൾ ഷിഫ്റ്റ് 6 എന്ന ഈ ഒരു നമ്പർ നമുക്കൊരു ലാർജ് നമ്പർ ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സയൻറ്റിഫിക് ഫോർമാറ്റിലായിട്ട് കിടക്കും. അതായത് എക്സ്പോണൻ്റ് എന്നുള്ള ഫോർമാറ്റിലായിട്ടായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് 7. ഇപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിന് നമുക്കൊരു ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് 7 ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് 8 എന്തിന് ഒരു റേഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൺട്രോൾ എ ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് 8 പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് 9. നമ്മളിപ്പോൾ ഒരു റോ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു റോ ആണെങ്കിൽ ആ റോ നമുക്ക് അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് 9 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി കൺട്രോൾ ഷിഫ്റ്റ് 0 പ്രസ് ചെയ്യുന്നത് നമുക്ക് ഇതിപ്പോൾ ഒരു കോളം ഹൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം അൺഹൈഡ് ചെയ്യാൻ കൺട്രോൾ ഷിഫ്റ്റ് 0 പ്രസ് ചെയ്താൽ മതി. അത് ചില സിസ്റ്റത്തിൽ വർക്കാവില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾട്ട് ഓ സി യു പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് അണ്ടർസ്കോർ. ഇപ്പോൾ ഈ ഒരു ബോർഡർ നമ്മൾ റിമൂവ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ ആരോസ്. അതായത് കൺട്രോൾ പ്ലസ് നമുക്ക് ഡൗൺ അപ്പ് റൈറ്റ് ലെഫ്റ്റ് ഉള്ള ആരോസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സെല്ലിൽ നിന്ന് നമുക്ക് കൺട്രോൾ റൈറ്റ് ആരോ നമ്മൾ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഏറ്റവും ലാസ്റ്റിലത്തെ സെല്ലിലേക്ക് കഴ്സർ വന്നിട്ടുണ്ടാവും. ഇനി കൺട്രോൾ ഡൗൺ ആരോ നമുക്ക് പ്രസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ലെഫ്റ്റ് ആരോ, കൺട്രോൾ ലെഫ്റ്റ് ആരോ, ഇതിൻ്റെ കൺട്രോൾ അപ്പ് ആരോ. ഓക്കെ, ഇനി കൺട്രോൾ ഷിഫ്റ്റ് ആരോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൺട്രോൾ ആരോസ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെല്ലിൽ നിന്ന് ലാസ്റ്റ് സെല്ലിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, ഇനി കൺട്രോൾ ഷിഫ്റ്റ് ആരോസ് ആണെന്നുണ്ടെങ്കിൽ അത് അത്രയും റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, സെലക്റ്റും ചെയ്യാം. ഓക്കെ, ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൽ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഫിൽട്ടർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എൽ. അതേപോലെ റിമൂവ് ചെയ്യാൻ സെയിം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് സ്പേസ് ഒരു റേഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാ സെല്ലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൺട്രോൾ എൻ്റെ അതേ യൂസേജ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇനി ഷിഫ്റ്റ് സ്പേസ് ഒരു എൻ്റെ റോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കൺട്രോൾ പ്ലസ് സ്പേസ് ഒരു കോളം നമുക്ക് എൻ്റെ കോളം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൺട്രോൾ മൈനസ് യൂസ് ചെയ്യുന്നത് ഒരു കോളം നമുക്ക് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇനി കൺട്രോൾ സെമിക്കോളൻ. കൺട്രോൾ സെമിക്കോളൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് ഡേറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളൻ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ടൈം നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ 1. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കുറേ ഫോർമാറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഇതെല്ലാം നമുക്ക് ഒറ്റ വിൻഡോയിലായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് കൺട്രോൾ 0 ഒരു കോളം ഹൈഡ് ചെയ്യാൻ. ഇപ്പോൾ ഈ ഒരു കോളം നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ 0 യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺട്രോൾ 9 ഒരു റോ നമുക്ക് ഈ ഒരു റോ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ 9 യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഷിഫ്റ്റ് F11 ആണ് നമ്മൾ നോക്കുന്നത്. ന്യൂ വർക്ക് ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് F11 ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഷീറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി കൺട്രോൾ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ. അത് പേജ് ഡൗൺ നെക്സ്റ്റ് ഷീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി പേജ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നിലത്തെ ഷീറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. കൺട്രോൾ പ്ലസ് പേജ് അപ്പ് ഓർ പേജ് ഡൗൺ ബട്ടൺസ്. ഇനി നെക്സ്റ്റ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ബട്ടൺ. സാധാരണ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ താഴോട്ട് പോകും. ഇനി ഷിഫ്റ്റ് എൻ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് മുകളിലത്തെ സെല്ലിലേക്ക് സെലക്ഷൻ പോകുന്നതാണ്. ഇനി ഷിഫ്റ്റ് ടാബ്. നോർമലി നമ്മൾ ടാബ് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലുള്ള സെല്ലിലേക്ക് മൂവിങ് ഉണ്ടാവും. ഇനി ഷിഫ്റ്റ് ടാബ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇതിൻ്റെ സെലക്ഷൻ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ള ഷോർട്ട് കട്ട് കീസ്. താങ്ക് യു.